അടിയന്തര സാഹചര്യങ്ങളിൽ വയനാട്ടിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ഹെലിപാഡുകളുടെ നിർമ്മാണം ആരംഭിച്ചു. 5 ഇടങ്ങളിലാണ് ഹെലിപാഡുകൾ നിർമ്മിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാസ്കി ഫണ്ടായ 6 കോടിയോളം രൂപ ഉപയോഗിച്ചാണ് ഹെലിപാഡുകളുടെ നിർമ്മാണം നടക്കുക. സുൽത്താൻ ബത്തേരി പഴയ ഹെലിപാഡിൽ 2, അമ്പലവയൽ RSS, കൽപ്പറ്റ മുനീശ്വരൻകുന്ന്, പടിഞ്ഞാറത്തര ബാണാസുര എന്നിവിടങ്ങളിൽ ഓരോ ഹെലിപാഡുകൾ വീതവുമാണ് നിർമ്മാണം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാസ്കി ഫണ്ടായ 6 കോടിയോളം രൂപയാണ് ഇതിനായി വിനിയോഗിക്കുന്നത്. നിലവിൽ സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള പഴയ ഹെലിപാഡിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. 1 മീറ്റർ ആഴത്തിൽ മണ്ണെടുത്തു മാറ്റി കല്ലും കോൺക്രീറ്റും ഉപയോഗിച്ചാണ് ഹെലിപാഡിന്റെ നിർമ്മാണം. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരൻ പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ തന്നെ പ്രവൃത്തി പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കും. കൂടാതെ സാസ്കി ഫണ്ടാണ്. ഇത് സുൽത്താൻ ബത്തേരിയിൽ സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ 2 എണ്ണവും, കൂടാതെ അമ്പലവയൽ 1, ബാണാസുര പടിഞ്ഞാറത്തറ 1, കൽപ്പറ്റ മുനീശ്വരൻകുന്ന് 1, ടോട്ടൽ 5 എണ്ണമാണ് നിർമ്മിക്കുന്നത്. മഴക്കാലത്ത് പലപ്പോഴും വയനാട്ടിലേക്കുള്ള യാത്ര ഏറെ ദുരിതം നിറഞ്ഞതാണ്. ഈ സമയങ്ങളിൽ സൈന്യത്തിനും ഭരണകർത്താക്കൾക്കും ജില്ലയിലെത്താൻ ഹെലിപാഡുകൾ സഹായകരമാകും. കൂടാതെ ടൂറിസം രംഗത്തെ മുന്നേറ്റത്തിനും ഹെലിപാഡുകൾ ഗുണം ചെയ്യും. PWD റോഡ് വിഭാഗത്തിനാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല. ന്യൂസ് മലയാളം, വയനാട്.